ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 9 മുതൽ 11 വരെ. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങയിൽ ആശ്രയിക്കും. യഹോവേ, അങ്ങേ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 9 സങ്കീർത്തനം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ വേദഭാഗത്ത് പറയുന്ന ചില ദൈവിക ദൂത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ആദ്യമായി ഈ വേദഭാഗത്ത് പറയുന്നത്, പീഡിതനായ, ഉപദ്രവിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ബാധിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന മനുഷ്യർക്ക് ദൈവം സംരക്ഷണം നൽകിയില്ലെങ്കിൽ, ദൈവം സുരക്ഷ നൽകിയില്ലെങ്കിൽ, അപ്രകാരം ആയിരിക്കുന്ന മർത്യർക്ക് എങ്ങനെയാണ് സുരക്ഷ ലഭിക്കുക? ഇവിടെ ദൈവം പീഡിതന് ഒരു അഭയസ്ഥാനമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങയുടെ അഥവാ ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവർ അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം ഒരു അഭയസ്ഥാനമാകയാൽ പല തരത്തിലുള്ള കഷ്ടതകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനം ദൈവമാകയാൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന കാരണത്താൽ ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ് നമുക്കിവിടെ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുക. രണ്ടാമതായി ഈ വേദഭാഗത്ത് കാണുന്നത്, അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ എന്നാണ് ഇവിടെ കാണുന്നത്. ദൈവത്തെ അന്വേഷിക്കുവാൻ പലയിടങ്ങളിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാം ജീവിച്ചിരിക്കുവാൻ, നാം നന്മ പ്രാപിക്കുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവരാജ്യവും അവിടുത്തെ നീതിയും കണ്ടെത്തുവാൻ, ഇങ്ങനെ പല കാരണങ്ങൾക്ക്, പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുവാൻ വചനത്തിൽ പറയുന്നു. നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായാൽ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മെ ചേർത്തുകൊള്ളുമെന്നാണ് ഇവിടെ നാം കാണുക. ഒടുവിലായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത് സങ്കീർത്തനം 9:11 ദൈവം വസിക്കുന്ന ഇടം ചൊല്ലി പറയുകയാണ്, ആ ദൈവത്തിന് സ്തോത്രം പാടും. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവാനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് ദൈവത്തിന് സ്തോത്രം പാടേണ്ടത്? ദൈവം സ്തുതിക്കും, സ്തോത്രത്തിനും ആരാധനയ്ക്കും സകല മഹത്വത്തിനും യോഗ്യൻ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം പാടേണ്ടത്. ശേഷം ഈ വചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിക്കണം. ദൈവപ്രവൃത്തികൾ എന്താണ്? ഓരോ ദിവസവും നാം ദൈവപ്രവൃത്തി കാണുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നു,
അതുപോലെ സൂര്യൻ ഉദിക്കുന്നു. അതുപോലെ ഈ പ്രകൃതി നമുക്ക് ദൈവം കടാക്ഷിക്കുന്ന രീതി വെളിപ്പെടുത്തി തരുന്നു. ഈ ആകാശം, ഈ ഭൂമിയൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. അപ്രകാരമുള്ള ദൈവപ്രവൃത്തികൾ എല്ലാറ്റിനുപരിയായി ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയെ രക്ഷിച്ച ദൈവപ്രവൃത്തികൾ ഇതെല്ലാം വർണ്ണിക്കപ്പെടേണ്ടതാണ്, വിവരിക്കപ്പെടേണ്ടതാണ്, പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം അപ്രകാരം പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് ഈ ദൈവപ്രവൃത്തികളുടെ ഗുണഗണങ്ങൾ, നന്മകൾ എല്ലാവർക്കും ലഭിക്കുവാൻ കാരണമായി തീരുകയുള്ളൂ. ആമേൻ.